വെൽക്കം ബാക്ക് ടു എൻജോയ് ജെ കെ. നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് തലൈവർ 173 മൂവിയുടെ ഒരു 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 ലുക്ക് സംഭവം വന്നിട്ടുണ്ട്. അനൗൺസ്മെന്റ് എന്തോ ഒരു സംഭവം വീഡിയോ, കാരണം ഒഫീഷ്യലി ഇത് എവിടെയും കാണുന്നില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതൊരു നമ്മുടെ രാജ്കമൽ ഇന്റർനാഷണൽ, അതാണ് സർപ്രൈസിങ് സാധനം. കമൽഹാസൻ സാറാണ് ഇതിന്റെ പ്രൊഡക്ഷനിലുള്ളത്, രാജ്കമൽ ഇന്റർനാഷണൽ. അപ്പോൾ ഞാൻ ആ പേജിൽ നോക്കിയപ്പോൾ അവിടെ ടുമാറോ കമ്മിങ് സൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ 11 മണിക്ക് വരുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിനുശേഷം ഒരു ഒഫീഷ്യൽ വീഡിയോ കണ്ടില്ല. പക്ഷെ ഇത് വേറെ എവിടെ കാണുന്നുണ്ട്. ഒന്ന് രണ്ട് പേരൊക്കെ ഈ സംഭവം റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് നമുക്കൊന്ന് നോക്കാൻ എന്താണെന്ന്. ഇത് റിയൽ ആണോ അല്ലയോ എന്നുള്ളത്. ഇത് അൺഒഫീഷ്യൽ ആണോ ഒഫീഷ്യൽ ആണോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇത് കോമ്പിനേഷൻ വരുമ്പോൾ നല്ല രസമുണ്ട്. രാജ്കമൽ അദ്ദേഹത്തിന്റെ എന്താ പറയാ, കമൽ സാറിന്റെ പ്രൊഡക്ഷനും പ്ലസ് രജനി സാർ അതിനകത്ത് അഭിനയിക്കുമ്പോഴും കൂടി അതിനൊരു രണ്ടുപേരും കൂടി യുണൈറ്റഡ് ഭയങ്കര ഒരു ഫീല് അല്ലേ. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്കറിയാം രജനി സാറിന്റെ മൂവീസ് ഒക്കെ ഇപ്പൊ ഭയങ്കര സക്സസ്ഫുൾ ആണ്. അതായത് ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ മൂവീസിലും അത്രയും ഭയങ്കര ഒരു ഡിഫറെന്റ് അല്ല അദ്ദേഹം പണ്ട് ചെയ്തേക്കുന്നതിനകത്തുനിന്ന് അതിന്റെ ഒരു ഹയർ വേർഷൻസ് ആൻഡ് ഇപ്പൊ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് വരുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഫീലാണ്. അതിന്റെ ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിന്റെ പടങ്ങൾ ഒരു ഫ്ലോപ്പ് ടൈം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പൊ വരുന്ന എല്ലാ പടങ്ങളും എന്ന് പറയുന്നത് ഒരു ക്ലാസ് സാധനം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നിയിരിക്കണം അദ്ദേഹം ന്യൂജൻ ഡയറക്ടേഴ്സിന് കൈ കൊടുത്തു തുടങ്ങിയപ്പോഴാണ് ഭയങ്കര, പ്രത്യേകിച്ച് നമ്മളെ പേട്ട മൂവി നമ്മളെ കാർത്തിക് സുബ്രാജിന് കൊടുത്തപ്പോൾ അതൊരു ഫാൻ പടമായിട്ട് കറക്റ്റായിട്ട് അഗെയിൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിരുകാരുവിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ നല്ല ഡയറക്ടേഴ്സിന്റെ കയ്യിലെത്തുമ്പോൾ ഇവരെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അവർക്ക് അറിയാം, എന്ത് കാണിക്കണം എന്നുള്ളത്. ജയിലർ അതാണ് എക്സാമ്പിൾ നെൽസൺ കാണിച്ചത്. ഈവൻ നമ്മളെ ഈ മൂവിൻ്റെ അകത്ത് കൂലിൻ്റെ അകത്താണെങ്കിലും ലോകേഷ് കനകരാജ് അതിന്റെ ഒന്ന് രണ്ട് സീനുകളൊക്കെ ഗംഭീരാക്കി ചെയ്തിട്ടുണ്ട്. അപ്പം ആ സാധനം ചെയ്യണം. ഇപ്പൊ ഇതിന്റെ ഡയറക്ടർ ആരൊന്നും അറിയില്ല കേട്ടോ ഈ മൂവിയുടെ. അനൗൺസ്മെന്റ് വന്നപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. റെഡി? എവ്രി ഹീറോ ഹാസ് എ ഫാമിലി എന്ന് എഴുതിക്കണം. രാജ്കമൽ നല്ല സ്ഥലമല്ലോ. രസമുണ്ട് കാണിക്കുന്നത് അല്ലേ. അനിരുദ്ധും കൂടി വന്ന് സിബി ചക്രവർത്തിയാണ്. എങ്ങനെ പുതിയ ആളാണ്? ചെറിയൊരു അനൗൺസ്മെന്റ് അല്ലേ. അപ്പൊ ഫാമിലി ഹീറോ അത് തന്നെ രണ്ടും. അപ്പൊ ഏകദേശം ഒരു ഫാമിലിയിലെ അദ്ദേഹം ഏകദേശം ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ട് വരുന്ന, പിന്നെ അതിനകത്തൊരു ഹീറോ. ഡയറക്ടർ സിബി ചക്രവർത്തി കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു, ചെറിയ പയ്യനെ പോലെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷെ ആ ഒരു സ്കെച്ചിങ്ങിനകത്ത് നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ നമ്മൾ പുതിയ ആളായതുകൊണ്ട് ഞാൻ ആക്ടർ ആണോ എന്ന് വിചാരിച്ചു പെട്ടെന്ന്. ഞാൻ വിചാരിച്ചത് ആരെയോ പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്കമൽ ഇന്റർനാഷണൽ പൊതുവെ അങ്ങനെയാണ്. നല്ല പുതിയ ഡയറക്ടേഴ്സിന് പുതിയ നല്ല ക്വാളിറ്റി സിനിമകൾ എടുക്കാൻ നോക്കാറുണ്ട് പ്രൊഡക്ഷനിൽ വരുമ്പോൾ. കമൽ സാർ, കാരണം കമൽ സാർ ആക്ടിങ് മാത്രമല്ലല്ലോ, പ്രൊഡക്ഷൻ ഉണ്ടല്ലോ. അപ്പം നമ്മുടെ മമ്മൂട്ടി കമ്പനി പോലെ ഏകദേശം. അമരൻ എനിക്ക് തോന്നുന്നു രാജ്കമൽ ഇന്റർനാഷണൽ ആണ് പ്രൊഡക്ഷൻ. അപ്പൊ ആ ഒരു സംഭവം ക്വാളിറ്റി ഉണ്ടല്ലോ പ്രൊഡക്ഷൻ. അപ്പൊ ഇതും ഏകദേശം, പ്രത്യേകിച്ച് ഇതൊരു ഡെബ്യൂട്ടൊക്കെ ആവുമ്പോ, ഇയാളുടെ ഡെബ്യൂട്ട് ആണോന്ന് അറിയില്ല. പക്ഷെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും സാധനം ഗംഭീരമാവാൻ സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത് ഏകദേശം ജസ്റ്റ് ഒരു അനൗൺസ്മെന്റ്, അത് ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഏകദേശം എനിക്ക് ഇത് കണ്ടപ്പോ മറ്റേ പടമൊക്കെ പോലെ തോന്നിയായിരുന്നു, അറിയില്ലേ മറ്റേ ലോകേഷ് കനകരാജിന്റെ മറ്റേ പടം. കൂലി മൂവിയാണ്. കൂലിയല്ല, ജയിലർ നെൽസന്റെ. അതിനകത്ത് ഫാമിലിയാണ്. എനിക്ക് പെട്ടെന്ന് അതായിരുന്നു, ആ ഫാമിലി ഹീറോ എന്നൊക്കെ പറഞ്ഞപ്പോ പെട്ടെന്ന് അതായിരുന്നു. കാരണം അപ്പൊ അതിന് അനൗൺസ്മെന്റ് എന്തെങ്കിലും വന്നായിരുന്നു. അതൊക്കെ എല്ലാം വന്ന് ഇപ്പൊ വരാൻ വേണ്ടി ഉണ്ടല്ലേ പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ ഓവർ കാര്യങ്ങളൊന്നും പറയില്ല. പക്ഷെ ഇത് ഏകദേശം ഒരു ഹാപ്പി ന്യൂസ് തന്നെ. അല്ല, ഹാപ്പി ന്യൂസിനുള്ള സാധനം ഉണ്ട്. രജനി സാറും അതിന്റെ കൂടെ അനിരുദ്ധും കൂടി വരുമ്പോ അതൊരു സംഭവമാണ്. അതെനിക്ക് തോന്നുന്നു അനിരുദ്ധ് ചെയ്താലാണ് ആ സാധനം വരിക. അത് ഭയങ്കരമായിട്ട് എനിക്ക് അത് ഫസ്റ്റ് ആ സാധനം കേട്ടപ്പോ തന്നെ എനിക്ക് തോന്നി ഇത് അനിരുദ്ധ് തന്നെയാണെന്നുള്ളത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നില്ലായിരുന്നു, അപ്പൊ തന്നെ എനിക്ക് തോന്നി. അല്ല, പക്ഷെ എനിക്കത് തോന്നി, അതായത് ഒരു അനിരുദ്ധ് ടച്ച് ഉണ്ടായിരുന്നു എന്നുള്ള അറിയില്ല. ഇപ്പൊ ഏകദേശം അനിരുദ്ധിന്റെ കുറേ അധികം മ്യൂസിക് നമ്മൾ കേട്ടിട്ട് അതിന്റെ ചെറിയൊരു എഫക്റ്റ് നമ്മളവിടെ കിട്ടിയാൽ നമുക്ക് തോന്നും. ഇപ്പൊ തമനും അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ നമ്മൾ തമൻ DSP ഒക്കെ നമ്മൾ
കേൾക്കുമ്പോൾ മനസ്സിലാവും ഓ ഇത് തമനാണോ ഇത് DSP ആണോ എന്നുള്ളത്. അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു എല്ലാ ആ ഒരു ഒബിയസ്ലി ആ മ്യൂസിക്കിന്റെ പാർട്ട് സേഫ് ആണ്. ഇനിയിപ്പോ ബാക്കി ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ചിലപ്പോൾ ഡിസൈഡ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ കംപ്ലീറ്റ്ലി. അപ്പൊ എന്തായാലും പുതിയ അപ്ഡേറ്റ് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയാം. അടുത്ത വീഡിയോയിൽ കാണാം.